ഇല്ലേ? എന്നാ എടുത്ത വണ്ടി കണ്ടോ? 1948. യൂണിഫോം പ്ലീസ്. അപ്പോൾ നമുക്ക് സ്കൂളിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം. നമ്മളിവിടെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളുണ്ട്, സ്കൂളിൻ്റെ മാനേജറുണ്ട്, ടീച്ചറുണ്ട്, അധ്യാപകരല്ല. അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം ബാക്കി കാര്യങ്ങൾ. നമസ്കാരം. ഇതിനെക്കുറിച്ച് സ്കൂള് വെഞ്ചാർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ 1948 ജനുവരി മാസം 30 നമ്മുടെ മഹാത്മാഗാന്ധിയുടെ മരണശേഷം ഇവിടെ കൂടി അനുശോചന യോഗത്തിൽ അന്നിരുന്ന എസ്റ്റേറ്റിൻ്റെ സൂപ്രണ്ടായിരുന്ന നീലകണ്ഠ പിള്ളை സാറാണ് ഇങ്ങനൊരു കൺസെപ്റ്റ് വന്നത്. ഗാന്ധിജിയുടെ പേരിലുള്ള ഒരു സ്കൂള് നമുക്കിവിടെ അനിവാര്യമാണെന്നും കരുതി തുടങ്ങിയ ഒരു പള്ളിക്കൂടം. അന്നു മുതൽ നടന്നു വരുന്ന ഈ സ്കൂളിലെ ഈ പ്രദേശത്തുള്ള ഈ നമ്മുടെ എൻആർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ എല്ലാ ജനവിഭാഗങ്ങളും ഇന്ന് ജീവിച്ചിരിക്കുന്നതുമായിട്ടുള്ള 10,000-കണക്കിന് ആൾക്കാർ വിദ്യാഭ്യാസം നേടിയൊരു സ്കൂളാണ്. ചരിത്രമുറങ്ങുന്നൊരു സ്കൂളാണ്. വലിയ പ്രത്യേകതകളുള്ളൊരു സ്കൂളാണ്. ഏതാണ്ട് ഇപ്പോൾ 400 കുട്ടികളിലധികം പഠിക്കുന്ന ഈ സ്കൂളിൽ ഏതാണ്ട് പെർമനൻ്റായിട്ട് ഇത് എയ്ഡഡ് സ്കൂളാണെങ്കിൽ പോലും എയ്ഡഡ് സ്കൂളിനെ മറ്റുള്ള എല്ലാ പബ്ലിക് സ്കൂളിനെയും മാറ്റി നിർത്തുന്ന രീതിയിലുള്ള പഠന വൈവിധ്യങ്ങളാണ് ഈ സ്കൂളിനെ സെപ്പറേറ്റ് ആക്കുന്നത്. അതിന്റെ പാരമ്പര്യത്തിൽ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ഒന്നാം ക്ലാസ്സിൽ ഇവിടെ എല്ലാ വർഷവും ചേരുന്ന കുട്ടികൾക്ക് ഇവിടുന്ന് അവർക്ക് വേണ്ടയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ്. അവർക്ക് വേണ്ട ബാഗുകൾ, അവർക്ക് വേണ്ട ഡ്രസ്സുകൾ, അവർക്ക് വേണ്ട ബുക്കുകൾ എന്നിവ എല്ലാ വർഷവും നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നതോടൊപ്പം നിർധന കുട്ടികൾക്ക് വണ്ടിയിൽ വരാൻ പൈസയില്ലാത്ത നിർധന കുട്ടികൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്നത് കൂടാതെ ഇവിടുത്തെ അധ്യാപകരും എല്ലാവരോടും കൂടി ഇവിടുത്തെ PTAയും അധ്യാപകരും എല്ലാം കൂടി സ്വരൂപിക്കുന്ന പൈസ വെച്ചിട്ടാണ് ആ കുട്ടികളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു കുറവും വരുത്താതെ ആണ് ആ കുട്ടികളെ നമ്മൾ നോക്കുന്നത്. നമ്മുടെ സ്കൂളാണിത്. നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രീതിയിലാണ്, മോഡേൺ രീതിയിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. AC ഉണ്ട്, TV ഉണ്ട്. ഈ കുട്ടികൾക്ക് വേണ്ട കാർട്ടൂൺസ്, അവർക്ക് വേണ്ട ഇംഗ്ലീഷിൻ്റെ കൂടുതൽ മികവിന് വേണ്ടിയുള്ള അവരുടെ പ്രൊനൗൺസിയേഷൻ പഠിക്കുന്നതിന് വേണ്ടി കൂടുതൽ ഈ TVയുടെ ചെറിയ കുട്ടികൾ വീട്ടിൽ കാണുന്നത് പോലെ തന്നെയുള്ള സിസ്റ്റം ഇവിടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഈ കാർട്ടൂണുകളും അതല്ലാതെ പഠിക്കാനുള്ള അബാക്കസ് പോലുള്ള സാധനങ്ങളെ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്.
പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാണോ അവർക്ക് വിദ്യാഭ്യാസം രക്ഷിതാക്കളുടെ എല്ലാം മനസ്സിലിരിക്കുന്നത് പബ്ലിക് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അറിവ് കിട്ടുന്നതെന്നും കൂടുതൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി കിട്ടുന്നതെന്നുമാണ്. ആ കുട്ടികളെ എല്ലാം മറികടക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നാട്ടിലെ പഠിക്കുന്ന ഏത് പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെയും കോമ്പറ്റീറ്റ് ചെയ്യാനും അവരെക്കാൾ നല്ല നിലവാരം പുലർത്തുന്ന കുട്ടികളെയാണ് വാർത്തെടുക്കുന്നത് ഈ സ്കൂള്. നമുക്ക് സ്കൂളിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴും നമുക്കത് ഇവിടുത്തെ രക്ഷിതാക്കൾക്ക് ബോധ്യമാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തെ നല്ല ചൂടും ഓടിട്ട റൂമും എല്ലായിരുന്നു പഠിച്ചത്. കണ്ട പഴയ ഓർമ്മകളിലോട്ട് നമ്മളിത് കാണാൻ പോകാം. അങ്ങോട്ട് നോക്കി എന്ത് രസമാണെന്ന് നോക്കിയാൽ, നല്ല വൃത്തി അച്ചടക്കം. അതുപോലെ തന്നെ നോക്ക്, എല്ലാ റൂമിലും സ്പീക്കർ, LED TV, AC പോരെ. പഠനോത്സവത്തിൻ്റെ ഭാഗമായി നമുക്കറിയാം, നമ്മുടെ രാജ്യം നേരത്തെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരാണ്. ഇവർ 100-400 വർഷം നമ്മുടെ രാജ്യം അടക്കി ഭരിച്ചിരുന്നു. അപ്പോൾ ഇവരെ ഇവിടുന്ന് ഓടിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇവിടെ പല സമരങ്ങളും നടന്നു. അതിൽ ഒരു സമരമായിരുന്നു വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു ചെറിയൊരു മോഡൽ ഇപ്പം നമ്മളിവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പം എല്ലാവരും അതിന് റെഡിയായി വന്നേക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഈ പരിപാടിയിലേക്ക് എല്ലാവരും ഞാൻ വളരെ സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ വാർഡ് മെമ്പർ ബ്രിട്ടീഷുകാർ നീതി പാലിക്കുക. സ്വദേശി പ്രസ്ഥാനം വിജയിക്കട്ടെ. സ്വദേശി പ്രസ്ഥാനം വിജയിക്കട്ടെ. സ്വദേശി പ്രസ്ഥാനം വിജയിക്കട്ടെ. ബ്രിട്ടീഷുകാർ നീതി പാലിക്കുക. കരിനിയമങ്ങൾ പിൻവലിക്കുക. നമസ്കാരം. നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രം എന്ന് പറയൂ. നമ്മുടെ സ്കൂള് സത്യം പറഞ്ഞാൽ കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഒന്നാമത്തെ ഗാന്ധി സ്മാരകമാണ്. കാരണം 1948 ജനുവരി 30 ആ വലിയ ഒരു ദുരന്തം മഹാത്മാഗാന്ധിയുടെ ചരമത്തെ തുടർന്ന് തികച്ചൊരു ഗാന്ധി ഭക്തനായിരുന്ന ഇവിടുത്തെ ഈ എസ്റ്റേറ്റ് മേഖലയിലെ സൂപ്രണ്ട് ശ്രീ പിള്ള സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഇവിടെ ഒരു അനുസ്മരണ യോഗം ചേരുകയും ആ യോഗത്തിൽ വെച്ച് മഹാത്മാവിന് തികച്ചും അനുയോജ്യമായ ഒരു സ്മാരകം വേണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്ന് അതിന് ഏറ്റവും നല്ലൊരു സ്മാരകം ഒരു സ്കൂള് തന്നെ തുടങ്ങുന്നതായിരിക്കും എന്നൊരു നിർദ്ദേശം വരികയും അങ്ങനെ ആ 1948 മെയ് മാസം 30 ഒരു സ്കൂള് ഇവിടെ ആരംഭിക്കുകയും ചെയ്തു. ഇതാദ്യം ഒരു LP സ്കൂളായിരുന്നു. തുടർന്ന് 1966 ഇതൊരു UP സ്കൂളായിട്ട് മാറുകയും 1990 മുതൽ SNDP ശാഖ ഈ സ്കൂള് ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്നു. ഇന്ന് ഈരാറ്റുപേട്ട ഉപജില്ലയിലെ ഏകദേശം 400ഓളം കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും മികച്ച ഒരു വിദ്യാലയമായി നമ്മുടെ ഈ സ്കൂൾ ഇന്ന് നിലകൊള്ളുന്നു. പഠന പാഠ്യേതര രംഗങ്ങളിൽ മികവാർന്ന നേട്ടങ്ങളാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. LSS പരീക്ഷയിൽ 9 കുട്ടികൾക്ക് വിജയം നേടാനായിട്ട് സാധിച്ചു. സബ് ജില്ലയിൽ 5 സ്കൂളുകളിൽ നിന്ന് USS നേടിയതിൽ ഒരു സ്കൂൾ നമ്മുടേതായിരുന്നു. അത് ഏറെ അഭിമാനത്തോടെ കാണുകയാണ്. അതുപോലെ തന്നെ കലാരംഗത്തും ശാസ്ത്രമേളയിലും പ്രശസ്തമായ നേട്ടമാണ് ഈ സ്കൂളിന് കൈവരിക്കാനായിട്ട് സാധിച്ചത്. ശാസ്ത്രമേളയിൽ സോഷ്യൽ സയൻസിന് ഓവറോളും, മേളയിൽ സബ് ജില്ലയിൽ ജനറൽ 3ാം സ്ഥാനവും നമ്മുടെ സ്കൂളിന് അഭിമാനകരമായ നേട്ടം തന്നെയാണ്.